അപ്പോൾ അത് പാർട്ടി വരുന്നതോ ചേരി മാറി വരുന്നതോ ഒന്നും തെരഞ്ഞെടുപ്പിൽ വലിയ ഘടകമല്ല. പിള്ള ഒരു ഘട്ടത്തിൽ ഐഷ പോറ്റീനെ ഐശ്വര്യമുള്ള പോറ്റി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ ഐശ്വര്യമുള്ള പോറ്റിയുടെ മുമ്പിലാണ് പിള്ള 2006 അങ്ങ് പറഞ്ഞ പോലെ മുട്ടുകുത്തിയിരുന്നത്. ഐഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിത്വം വരുന്നതിന് തൊട്ട് മുമ്പേ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. കോൺഗ്രസിനുള്ളിലെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായ സമയത്ത് കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന ഗ്രൂപ്പുകൾ പലതും സെൽഫ് പ്രൊക്ലൈംഡ് സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് പലരും ആര് മത്സരിക്കുമെന്നുള്ള തർക്കമൊക്കെ ഉണ്ടായിരുന്നു. നമസ്കാരം. പ്രധാന നേതാക്കന്മാരുടെ മണ്ഡലങ്ങൾ അവലോകനം ചെയ്യുന്ന റിസൾട്ട് അപ്ഡേറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയായ ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊട്ടാരക്കര മണ്ഡലമാണ് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ഈ കൊട്ടാരക്കര മണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യ ഓർമ്മയിൽ വരെ KN ബാലഗോപാലിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു. അതിനോടൊപ്പം തന്നെ മറ്റ് ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയുന്നത് CPMൻ്റെ കരുത്തിയായ ഒരു നേതാവ്, അതായത് കഴിഞ്ഞ 3 തവണ 2016 വരെ മൂന്ന് തവണ CPMനെ നിയമസഭയിൽ എത്തിച്ച CPMൻ്റെ കരുത്തിയായ ഒരു നേതാവ് ഐഷ പോറ്റി ഇക്കുറി കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു. അത് വലിയൊരു രാഷ്ട്രീയ കേരളത്തിന് ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ചർച്ചയായിട്ടുള്ള വലിയൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആർ രശ്മി കുറി BJP സ്ഥാനാർത്ഥിയാകുന്നു. ആകാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ നാടകീയമായ സംഭവങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ പൊതുവെ രാഷ്ട്രീയ കുതുകികളുടെ ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മണ്ഡലമായിട്ട് ഈ കൊട്ടാരക്കര മാറുകയാണല്ലേ. അപ്പോൾ കൊട്ടാരക്കരയുടെ ഒരു രാഷ്ട്രീയ ചിത്രം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും കൊട്ടാരക്കരയുടെ പ്രസക്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KN ബാലഗോപാൽ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് കൊട്ടാരക്കര മണ്ഡലം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ എതിരെ മത്സരിക്കാൻ സാധ്യതയുള്ളത് അവിടെ നിന്ന് 3 വട്ടം MLA ആയ ഐഷ പോറ്റി കോൺഗ്രസ്സിലെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ മണ്ഡലത്തിൻ്റെ പ്രസക്തി. കൊട്ടാരക്കര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ളൊരു മണ്ഡലം കൂടിയായിരുന്നു. പലതരത്തിലാണ്. ഒന്ന്, അവിടെ CH ഉദയനെ പോലുള്ള ആളുകൾ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. D ദാമോദരൻ പോറ്റിയെപ്പോലുള്ള ആളുകൾ ജയിച്ച ഒരു മണ്ഡലമാണ്. ആദ്യ തിരഞ്ഞെടുപ്പിൽ 1957 ആദ്യ തിരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത് E ചന്ദ്രശേഖരൻ നായരായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന, പിന്നീട് ഭക്ഷ്യമന്ത്രിയൊക്കെയായി മാറിയ E ചന്ദ്രശേഖരൻ നായരാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത്. പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മാറി മിക്കവാറും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയോ അല്ലെങ്കിൽ PSP പോലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സ്ഥാനാർത്ഥികളൊക്കെയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. എന്നാൽ 1977 ശേഷം കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നത് R ബാലകൃഷ്ണപിള്ളയായിരുന്നു. തുടർച്ചയായി നിരവധി തവണ R ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ അവിടെ നിന്ന് ജയിച്ചു വന്നു. കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് ആളുകൾ എത്തിയിരുന്നു. LDF പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ നിർത്താൻ ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും അദ്ദേഹത്തോട് ഏറ്റുമുട്ടി പരാജയപ്പെടാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നതുകൊണ്ട് ശക്തമായ മത്സരം പോലും അവിടെ നടന്നില്ല. ഐഷ പോറ്റി പക്ഷേ അവിടെ മത്സരിക്കുന്ന സമയത്താണ് 2006 മത്സരിക്കുന്ന സമയത്താണ് അവിടെ ഒരു വലിയ അട്ടിമറി അവിടെ നടക്കുന്നത്. അട്ടിമറി ചെറിയൊരു അട്ടിമറി ആയിരുന്നില്ല. കൊട്ടാരക്കരയിലെ ഒരു ജയൻറ്റ് കില്ലർ എന്നൊക്കെ പറയാവുന്ന തരത്തിലായിരുന്നു അവരുടെ രംഗപ്രവേശം. ഐഷ പോറ്റി അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഐഷ പോറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമയം ഒന്ന് ആലോചിച്ച് പോയത്. ഈ ഐഷ പോറ്റീനെ അന്ന് ഇവർ പറഞ്ഞിരുന്നത് ഈ പിള്ള തന്നെ ഈ പിള്ള ഒരു ഘട്ടത്തിൽ ഐഷ പോറ്റീനെ ഐശ്വര്യമുള്ള പോറ്റി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ ഐശ്വര്യമുള്ള പോറ്റിയുടെ മുമ്പിലാണ് പിള്ള 2006 അങ്ങ് പറഞ്ഞ പോലെ മുട്ടുകുത്തിയിരുന്നത്. ഈ പിള്ളയുടെ തോൽവിയോടുകൂടി തന്നെ ഈ CPMൻ്റെ ഭാഗത്ത് നിന്ന് ഈ മാടമ്പിയെ തോപ്പിച്ച മാടപ്രാവെന്നാണ് ഐഷ പോറ്റി വിശേഷിപ്പിക്കപ്പെട്ടത്. ഒരു വലിയ നറേറ്റീവ് CPM അവിടെ ഉണ്ടാക്കുകയാണ്. മാടമ്പിയായ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച മാടപ്രാവായിട്ട് ഐഷ പോറ്റി 2006 മണ്ഡലത്തിൽ അവതരിക്കുന്ന ഒരു രംഗം ഞാനൊന്ന് ഓർത്തു പോയതാണ്. അങ്ങേക്ക് തുടരാം. അതെ, അതാണ് ഈ ഐഷ പോറ്റിയുടെ പ്രസക്തിയും അതുതന്നെയാണ്. മാത്രമല്ല 3 ഘട്ടങ്ങളിലായി 2006 മുതൽ 2011 മുതലുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ ഘട്ടത്തിലും ഐഷ പോറ്റി വലിയ തോതിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവസാനം 2021 42,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്കവിടെ നേടാൻ കഴിഞ്ഞു. ഒരുപക്ഷേ UDFനെ പ്രലോഭിപ്പിക്കുന്നതും അവർ നേടിയ ഈ വൻ ഭൂരിപക്ഷമാണ്. അതിനൊരു കാരണം പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ബാലഗോപാലായിരുന്നു അവിടെ നിന്ന് മത്സരിക്കുന്നത്. ബാലഗോപാലിന് അവിടെ നിന്ന് ലഭിച്ച ഭൂരിപക്ഷം 10,000-ൽ ചില്ലാനും വോട്ട് മാത്രമാണ്. അതായത് 32,000 വോട്ടുകളുടെ ഡിഫറൻസ്
ഐഷ പോറ്റിയും ബാലഗോപാലും തമ്മിൽ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ഈ ഒരു വിടവാണ്, ഈ ഒരു വലിയ ഗ്യാപ്പാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഐഷ പോറ്റിയെ മത്സരിപ്പിച്ചാൽ ഒരു പക്ഷേ വ്യക്തിപരമായ അവരുടെ മികവ് കൊണ്ടോ അവരുടെ ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം കൊണ്ടോ ആയിരിക്കാം ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിലുള്ള ജനങ്ങൾ കൊടുത്ത അംഗീകാരം കൂടിയായിരിക്കാം 2016 ഇത്രയധികം വലിയ ഭൂരിപക്ഷം അവർക്ക് കൊടുത്തതെന്നുള്ള തോന്നലുണ്ടാക്കാം. അപ്പോൾ അതായിരിക്കണം യു ഡി എഫിനെ ഇത്തവണ അവിടെ ബാലഗോപാലിനെതിരെ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിക്കെതിരെ മത്സരിപ്പിക്കാനായി യു ഡി എഫിനെ പ്രേരിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോഴും ഈ മാറ്റം അങ്ങ് പറഞ്ഞ മാറ്റത്തിൻ്റെ വേറൊരു പതിപ്പ് കാണാം. അതായത് എൽ ഡി എഫിൻ്റെ കാര്യമായ മുന്നേറ്റമുണ്ട്. അതെ. അപ്പോൾ നമ്മൾ അതുകൂടെ കണക്കാക്കാതെ ഇതിലൂടെ പോയിക്കൂടാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 2024 ഏകദേശം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു വോട്ടിംഗ് അല്ല, ഐഷ പോറ്റി മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ജയിച്ചോളുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം തുടർച്ചയായി ഇപ്പോൾ എൽ ഡി എഫ് ഐഷ പോറ്റി ഉൾപ്പെടെ തുടർച്ചയായി എൽ ഡി എഫ് 4 തവണ എൽ ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. അതെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുമ്പോൾ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള ഒരു വോട്ടിംഗ് ഒരു രീതി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി, അതായത് ഈ ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായിട്ടുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇടതിന് മാവേലിക്കര മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൊട്ടാരക്കര. അതെ. അപ്പോൾ ഇടതിന് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സാധനമാണ് ഇപ്രാവശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ യു ഡി എഫിലെ കൊടിക്കുന്നിൽ സുരേഷിന് കിട്ടിയിട്ടുള്ള വോട്ട് 53,526 വോട്ടാണ്. ആ സമയത്ത് എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് അരുൺകുമാറിന് 56,929 വോട്ടാണ്. ഈ സമയത്ത് ഈ അരുൺകുമാറിന് ഏകദേശം 3,403 വോട്ടിൻ്റെ ലീഡുണ്ട് ഈ മണ്ഡലത്തിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രവണത തന്നെ ഒരു കുറച്ച് മൈൽഡായ രീതിയിലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. അതായത് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്ന് ജയിക്കുമ്പോൾ തന്നെ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു. അതെ, 10,000 വോട്ടായി കുറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജയിക്കുമ്പോൾ തന്നെ കൊട്ടാരക്കരയിൽ ലീഡ് നേടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. അതെ. അപ്പോൾ ഈ ഒരു 2006 977 മുതൽ ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞാൽ 2001 വരെയൊക്കെ ഏകദേശം ബാലകൃഷ്ണപിള്ളയുടെ കാലമാണ്. അതിനിപ്പുറത്തോട്ടാണ് നമ്മളിപ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ എനിക്ക് തോന്നുന്നു എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ 2006 മുതൽ 2016 വരെ ഐഷ പോറ്റിയാണ്. ഘട്ടം ഘട്ടമായി ഐഷ പോറ്റി ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടേ വരുന്നു. ഇടതിൻ്റെ വോട്ട് കൃത്യമായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു. അവസാനം അങ്ങ് പറഞ്ഞ പോലെ 44,000 വോട്ടിലേക്ക് എത്തുന്നു. അതേസമയം അവിടെ നിന്ന് ബാലഗോപാലിലേക്ക് വരുമ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞ ആ ഒരു ഡെൻറ്റ് ഉണ്ട്. അത് നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകിൽ ബാലഗോപാലിനെ പോലെയുള്ള ഒരു പുതിയ സ്ഥാനാർത്ഥി കടന്നു വരും. ഇവിടെ നമുക്ക് വോട്ട് പെർസെൻറ്റേജ് കൂടെ ഒന്ന് പരിശോധിക്കാം. വോട്ട് പെർസെൻറ്റേജ് പരിശോധിക്കാം നമുക്കത്. യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും വോട്ട് പെർസെൻറ്റേജിലുണ്ടായ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. വോട്ട് പെർസെൻറ്റേജിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് വോട്ട് വീതത്തിൽ എൽ ഡി എഫ് 2016 മണ്ഡലത്തിൽ നേടിയത് 55.44% വോട്ടാണ്. അത് 2021 എത്തുമ്പോൾ 45.98% കുറയുകയാണ്. എൽ ഡി എഫിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. അതായത് 9.46% കുറവ് ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞ അതിലാണുള്ളത്. അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം 2016 27.11% വോട്ട് മാത്രമാണ് യു ഡി എഫിന് മണ്ഡലത്തിലുണ്ടായിരുന്നത്. ആ വോട്ട് 2021 എത്തുമ്പോൾ 38.75% ഉയരുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് ഏകദേശം 11.64% വർധന വോട്ടിംഗ് പെർസെൻറ്റേജിൽ വർധനമുണ്ടായിട്ടുണ്ട്. ഈ ഒരു സാധനത്തിനകത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബി ജെ പി ഒരു മൂന്നാം കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പിനെ നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കാരണം ഈ 14-16% വോട്ടിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബി ജെ പി 16-ലെയും 21-ലെയും ഫലം നോക്കി കഴിഞ്ഞാൽ 16-നെ അപേക്ഷിച്ച് 21-ലെത്തുമ്പോഴേക്കും ബി ജെ പിയുടെ വോട്ട് 3000-ഓളം വോട്ടുകൾ കുറയുകയാണ് ചെയ്തത്. കുറയാണ്. അപ്പോൾ ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളൊരു ഈ മണ്ഡലത്തിലൊരു നിർണായക ശക്തി എന്നൊന്നും പറയാൻ പറ്റാത്ത മൂന്നാമത്തെ ഒരു കക്ഷി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ മറ്റ് സ്വാധീനങ്ങൾ. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു കണക്ക് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ മുന്നണിയും അതോടൊപ്പം തന്നെ നമ്മുടെ കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിൻ്റെ മുന്നണിയുമൊക്കെ ഈ ഒരു കണക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2025 നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതും കൂടെ നമുക്ക് നോക്കാം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നഗരസഭയിൽ 30 സീറ്റാണ് കൊട്ടാരക്കര നഗരസഭയിലുള്ളത്. 30 സീറ്റിൽ എൽ ഡി എഫിന് ഏകദേശം 17 സീറ്റ് നേടാനായിട്ടുണ്ട്. യു ഡി എഫിന് 7 സീറ്റാണ് നഗരസഭയിൽ കിട്ടിയത്.
അതേസമയം NDAക്ക് 5 സീറ്റ്, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ്. അവരുടെ സ്വാധീനം വർദ്ധിക്കുന്നതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങളൊന്നാണ് ഇത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ വളർച്ച എന്നുള്ള രീതിയിൽ അവർ ഒരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ ബ്ലോക്കിൽ 14 സീറ്റാണുള്ളത്. അതിൽ ഏകദേശം 10 സീറ്റോളം LDFനൊപ്പമാണ്. 3 സീറ്റാണ് UDFന് കിട്ടിയിട്ടുള്ളത്, NDAക്ക് 1 സീറ്റും. ഇങ്ങനെയാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നമുക്കിപ്പോൾ ഒരു കാണാൻ പഞ്ചായത്തിൽ UDF അധികാരം പിടിച്ചിട്ടുണ്ട്. മൈലം പഞ്ചായത്തിൽ അധികാരം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കൊല്ലത്ത് ഉണ്ടായൊരു ട്രെൻഡ്, കൊല്ലത്ത് LDFന് പൊതുവിൽ ഒരു തിരിച്ചടി നേരിട്ട ട്രെൻഡ്. അപ്പോൾ LDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് നമ്മളൊക്കെ ആദ്യം തൊട്ട് കണക്ക് കൂട്ടിയിരുന്ന കൊല്ലത്ത് നേരിട്ടൊരു തിരിച്ചടി. ആ തിരിച്ചടിയുടെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമായി കൊട്ടാരക്കരയിൽ അതെ വലിയ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ട്രെൻഡ് എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും കപ്പൽ ഉലയാതെ നിന്നു എന്നുള്ളതാണ്. അതെ, ഇപ്പം KN ബാലഗോപാൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഇട്ട ഒരു ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിൽ കാണിച്ച ഒരു കണക്കനുസരിച്ചിട്ട് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഭൂരിപക്ഷത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു ഭൂരിപക്ഷമാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ മൊത്തം വോട്ടിൽ ഉണ്ടായിട്ടിരിക്കുന്നത്, ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാമായി. അപ്പോൾ അതൊക്കെ LDFന് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഘടകമാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും 15,000 വോട്ടിൻ്റെ അധികം ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഐഷ പോറ്റി പാർട്ടി മാറി വരുമ്പോഴും ഐഷ പോറ്റി വളരെ ജനകീയമായിട്ടുള്ള മണ്ഡലത്തിലെ സുപരിചിതയായിട്ടുള്ള ഒരു MLA ആണ്. ഒരു പക്ഷേ വോട്ട് അവരുടെ കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ 3 തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്തി അവരുടെ ഭൂരിപക്ഷം ഉയർത്തി കൊണ്ടുവന്നിരുന്ന പൊടുന്നതിന് മാറിയൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഐഷ പോറ്റി ജനങ്ങൾക്ക് മുമ്പിൽ വലിയ രീതിയിലൊരു ഗ്രിവൻസ് വെച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഞാൻ CPMൽ നിന്ന് പോകുന്നു എന്നുള്ളതിന്. ഇപ്പോൾ 2016 ഐഷ പോറ്റി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന സമയത്ത് അത് വലിയ വിവാദം, ഒരു വലിയ രീതിയിൽ ചർച്ചയായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതായത് CPM സ്ഥാനാർത്ഥി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദൃഢപ്രതിജ്ഞ നോർമലി ചെയ്യുന്നതിന് പകരം അപ്പോൾ ഐഷ പോറ്റിയുടെ അതങ്ങനെ ചർച്ചയാവുന്ന സമയത്ത് 2021 MLA സ്ഥാനം വെച്ച് മാറിയ ശേഷം ഐഷ പോറ്റി പറയുകയാണ്, ഞാനൊരു ദൈവവിശ്വാസിയാണെന്നുള്ളൊരു വെളിപ്പെടുത്തലെ പോലെ അവരത് തുറന്നു പറയുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അവരുടെ ദൈവവിശ്വാസം പറയാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അവരാരെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന പോലെയാണ് നമ്മൾക്കൊക്കെ അത് കേൾക്കുമ്പോൾ തോന്നുക. അപ്പം ഐഷ പോറ്റി അത് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസം ഉണ്ടാകുന്നത് തകരാറില്ല എന്ന് അവർ തന്നെ വിശദീകരിക്കുന്നത്. അതെ. അപ്പം ഐഷ പോറ്റി അത് വെളിപ്പെടുത്തുന്നു. അതിനോട് പിന്നാലെ ഐഷ പോറ്റി ഈ സേവാഭാരതിയുടെ മറ്റേ തൈവക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഐഷ പോറ്റിക്കെതിരെ ഒരു സംഘിചാപ്പയുമായിട്ട് വലിയ രീതിയിലുള്ള നറേറ്റീവ്സ് ബിൽഡപ്പ് ചെയ്യുന്നു. അതിനൊക്കെ അപ്പുറം ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവ് വലിയ രീതിയിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഐഷ പോറ്റിയുടെ സ്ഥാനം പാർട്ടിയിൽ എന്തായിരുന്നു കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഐഷ പോറ്റി ഏരിയ കമ്മിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു MLA ആയിരുന്നു. പക്ഷേ അത് പല MLAമാരുടെയും സ്ഥിതി അത് തന്നെയാണ്. അതെ. അപ്പം പക്ഷേ ഇങ്ങനെ ഒരു ജയൻറ്റ് സ്ലെയറായിട്ട് അങ്ങ് നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒരു ഇമേജുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ല, അതെന്താ സംഗതി എന്ന് വെച്ചാൽ നിയമസഭയിലുള്ള പ്രാതിനിധ്യത്തിന് ആനുപാതികമായി പാർട്ടിക്കുള്ളിൽ സ്ഥാനം കിട്ടിക്കൊള്ളുന്ന നിർബന്ധം. അതെ. എങ്കിലും ഒരു 15 കൊല്ലത്തിനുള്ളിൽ നോർമലി കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ എത്തിപ്പെടാമായിരുന്ന ഇപ്പോഴത്തെ പല നേതാക്കൾക്ക് യുവ നേതാക്കൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പല കാര്യങ്ങളും ഐഷ പോറ്റിക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ രീതിയിലുള്ള അതിശയോക്തിയൊന്നുമല്ല. 2021 വരുമ്പോൾ MLA സ്ഥാനം വിട്ടുമാറി കൊടുക്കുന്ന ഐഷ പോറ്റിക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒരു എൻട്രി കൊടുക്കുന്നുമുണ്ട് CPM. അപ്പം ഒരു MLA സ്ഥാനത്തിന് തുല്യമാണോ ജില്ലാ കമ്മിറ്റി സ്ഥാനമെന്ന് നമുക്കറിയില്ലെങ്കിലും അങ്ങനെയാണ് ഐഷ പോറ്റി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പം ഐഷ പോറ്റിയുടെ ഒരു ഗ്രിവൻസ്, ഈ തരത്തിലുള്ള വലിയ വലിയ സങ്കടങ്ങൾ ഐഷ പോറ്റി ഈ സമയത്തിനിടയിൽ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ പാർട്ടി മാറ്റം അതുകൊണ്ട് ന്യായീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. 3 തവണ ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും പിന്നീട് 3 തവണ MLAയും ആയിരുന്ന ഒരാളെ വീണ്ടും മത്സരിപ്പിച്ചില്ല എന്നുള്ളത് പാർട്ടി കാണിച്ച അവഗണനയായിട്ട് കരുതാൻ പറ്റില്ല. അതെ. പക്ഷേ അവർക്ക് പിന്നീട് വേദികൾ കൊടുത്തില്ല എന്നൊക്കെയുള്ള പരാതിയാണ് അവർക്ക് കൊടുത്തത്. പാർട്ടിയിൽ സ്ഥാനം കൊടുത്തില്ല, ഉചിതമായ വേദികൾ കൊടുത്തിട്ടില്ല. ഞാൻ പ്രവർത്തനത്തിന് സന്നദ്ധയാണ് എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ പാർട്ടി എന്നെ ആ നിലയിൽ പരിഗണിച്ചില്ല എന്നൊക്കെയാണ് അവർ ഉയർത്തുന്ന പരാതി. എനിക്കൊരു സഹായിയും, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരു സഹായിയും വാഹനം വിട്ടു തന്നാൽ എവിടെയും വരാമെന്നാണ്. എന്തായാലും ഐഷ പോറ്റിയെ സംബന്ധിച്ച് കൊട്ടാരക്കരയിൽ അവർ മത്സരിക്കുമ്പോൾ അവർ വളരെ ഒരു സ്ട്രൈക്കിംഗ് റേറ്റുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അത് ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കുന്നത് മുതൽ 2016 മത്സരിച്ച് 32,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുന്നത് വരെയുള്ള ആ ഒരു അവരുടെ ഒരു നില പരിശോധിച്ചാൽ വലിയ തോതിൽ വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ബാലഗോപാലിനെതിരെ നിൽക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയും അതുതന്നെയാണ്. ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം
മണ്ഡലത്തിലുണ്ടായിരുന്ന ഈ 2016 വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഒന്നുമല്ല ബാലകൃഷ്ണൻ. അദ്ദേഹം ഗവൺമെൻറ്റിൽ തന്നെ ഇപ്പോൾ ഒരു മന്ത്രി എന്നറിയപ്പെടുന്ന രീതിയിൽ, ധനമന്ത്രി എന്നറിയപ്പെടുന്ന ഒരു സെക്കൻഡോ തേർഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, സർക്കാരിൽ തന്നെ ഒന്നാമനോ രണ്ടാമനോ മൂന്നാമനോ രണ്ടാമനോ എന്നൊക്കെയുള്ള രീതി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അധികാര സ്ഥാനം വഹിക്കുന്ന, ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ ഇനി ജയിച്ചാൽ ഇനിയും സർക്കാർ വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പദവികൾ ലഭിച്ചേക്കാമെന്ന് പ്രതീക്ഷയുള്ള, CPM തന്നെ പ്രതീക്ഷയുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ മുൻനിർത്തി തന്നെയാണ് CPM ഇതിന് ഷീൽഡ് ചെയ്യുന്നത്. അപ്പം ഈ ബാലഗോപാലിനെ പോലെയുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അതിനപ്പുറം ഈ ഇവിടെ മണ്ഡലത്തിൽ കുറേയധികം വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല പദ്ധതികളുടെ ഉദ്ഘാടനം മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. പല പദ്ധതികളും എല്ലാ മണ്ഡലങ്ങളിലും അപ്പോൾ അദ്ദേഹം അത്തരത്തിൽ മണ്ഡലത്തിലേക്ക് ജനങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യനാണ് അതാണ് ഈ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള, എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു നേരിട്ടുള്ള രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത് അല്ലേ. ഒരു UDF LDF ഫൈറ്റാണ് സത്യത്തിൽ, മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഇതിനകത്ത്. പക്ഷേ ഈ രണ്ടുപേരുടെ വ്യക്തിപ്രഭാവം ഘടകമാണ്. ഒന്ന്, ബാലഗോപാൽ ധനമന്ത്രിയാണ്, യുവജനങ്ങളുടെ വലിയ നേതാവായിരുന്നു. ആ നിലയിലൊക്കെ ഒരു പ്രാധാന്യം അദ്ദേഹത്തിനുണ്ട്. ഇത് ഈ ഐഷാപോറ്റിക്കും ഇതേ പ്രാധാന്യം. അതെ, അങ്ങ് പറയുന്ന പോലെ ഈ വ്യക്തിപ്രഭാവം കൊണ്ട് മറികടക്കേണ്ട രണ്ടു പേർക്ക് മുന്നിൽ ചലഞ്ചുകളുണ്ട്. ഈ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെയുള്ള ഈ ഭരണവിരുദ്ധ വികാരം അത് വലിയൊരു ഫാക്ടറാണ്. അതെ, ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരവും ഐഷാപോറ്റിയുടെ വ്യക്തിപരമായ മികവും ഒരുമിച്ച് വന്നാൽ ഒരുപക്ഷെ ബാലഗോപാലിന് അവിടെ പരാജയം ഉണ്ടായേക്കാം. അതെ, കഴിഞ്ഞ 20 വർഷമായിട്ട് CPM ഭരിക്കുന്ന മണ്ഡലത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു, മാത്രമല്ല ഈ ഐഷാപോറ്റി അടക്കമുള്ള ഒരാൾ അപ്പുറത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം, അതിനെ തോൽപ്പിക്കൽ ബാലഗോപാലിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഐഷാപോറ്റിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിലുണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് പ്രശ്നമുണ്ട്. ഐഷാപോറ്റിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം വരുന്നതിന് തൊട്ട് മുമ്പേ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. കോൺഗ്രസിനുള്ളിലെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായ സമയത്ത് കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന ഗ്രൂപ്പുകൾ പലതും സെൽഫ് പ്രൊക്ലൈംഡ് സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് പലരും ആര് മത്സരിക്കുമെന്നുള്ള തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ഐഷാപോറ്റി വന്നപ്പോഴാണ് ഈ കോലാഹലങ്ങൾക്കൊക്കെ ഒരു അറുതി വരുന്നതും ഒരു പൊതു സ്ഥാനാർത്ഥി, ഒരു പൊതു സമ്മതം എന്നുള്ള രീതിയിലേക്ക് വരുന്നതും. ഇതൊക്കെയാണെങ്കിലും ഐഷാപോറ്റിയും ക്രമേണ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെങ്കിലും ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ട്. അപ്പം ബാലഗോപാലിൻ്റെ മുന്നിൽ എങ്ങനെയാണോ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത്, അതേപോലെ തന്നെ ഐഷാപോറ്റിയുടെ മുൻപിൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉള്ളിലുള്ള മെഷീനറികളിൽ ഉണ്ടാകുന്ന പ്രശ്നം. പക്ഷേ പൊതുവിൽ അവർ മണ്ഡലത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, അങ്ങനെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഐഷാപോറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് വിജയപ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലമാണ് കൊട്ടാരക്കര. കാരണം പല ഘട്ടങ്ങളിലായി LDF ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം കൊണ്ട് ഈ രണ്ട് സ്ഥാനാർത്ഥി, ഇപ്പോൾ BJP ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും സ്ഥാനാർത്ഥി, ഇപ്പോൾ ഐഷാപോറ്റി ആണെങ്കിലും രശ്മി ആണെങ്കിലും ഇവരൊക്കെ ഒരു പാർട്ടിയിൽ നിന്ന് എടുത്ത് ചാടി വന്ന ഉടനെ സ്ഥാനാർത്ഥിത്വം കിട്ടുന്ന രണ്ട് പേരാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. CPM സംബന്ധിച്ച് കോൺഗ്രസിനെതിരെ നടത്താവുന്ന പ്രചാരണത്തിൽ ഏറ്റവും വലിയ ആയുധമാവുന്ന ഒന്നതാണ്. ഇവിടെ ഇത്ര അധികാരം കിട്ടി. പാലക്കാട് സരിൻ കോൺഗ്രസിൽ നിന്ന് ചാടിയ ഉടനെ അതെ, അത് ഈ മണ്ഡലങ്ങളിൽ അതനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ എങ്കിലും പ്രചരണം അതല്ല. ഇപ്പം ഈ പാർട്ടി തന്നെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ KM മാണിക്കെതിരെ വലിയ സമരങ്ങൾ നടത്തിയ ഒരു പാർട്ടി, ഒരു മുന്നണിയാണ് LDF. ബാർ കോഴ എന്ന് പറഞ്ഞിട്ടും മറ്റും പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടി ഇന്ന് LDF-ലാണ്. അപ്പോൾ അത് പാർട്ടി വരുന്നതോ ചേരി മാറി വരുന്നതോ ഒന്നും തെരഞ്ഞെടുപ്പിൽ വലിയ ഘടകമല്ല. അവർക്ക് അവിടെ ജയിക്കാൻ ശേഷിയുണ്ടോ, അതിനുള്ള സ്ട്രൈക്കിംഗ് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട് എങ്കിൽ അവർ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി മാറുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് UDF-ൻ്റെ ഒരു സാധ്യതയും. പക്ഷേ അവിടെ LDF-ൻ്റെ ഒരു ശക്തമായൊരു മണ്ഡലത്തെ ഇളക്കുക എന്ന് എളുപ്പമല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെയും വേറൊരു കാര്യമുണ്ട്. ബാലകൃഷ്ണ പിള്ളയെപ്പോലെ അതിശക്തനായ ഒരാളെ കൊട്ടാരക്കരയിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അന്ന് ഇവർ മത്സരിക്കുമ്പോൾ ബാലകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് LDF വിചാരിച്ചതെന്ന് സംശയമാണ്. പക്ഷേ അത് ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലില്ല, 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അന്ന് ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. നേരത്തെ ഈ പാർട്ടി മാറി വന്ന കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം, അന്ന് ബാലകൃഷ്ണപിള്ളയെ എങ്ങനെയാണോ ഇവർ പരാജയപ്പെട്ടത്, ബാലകൃഷ്ണപിള്ളയെ ജയിലിലടയ്ക്കുന്നത് VS അച്യുതാനന്ദൻ മുൻകൈയെടുത്തുകൊണ്ടാണ്. അതായത് CPM മുൻകൈയെടുത്ത് ജയിലിലടച്ച ഒരാൾ, അഴിമതി കേസിൽ, ഇടമലയാർ അഴിമതി കേസിൽ CPM മുൻകൈയെടുത്ത് ജയിലിലടച്ച ഒരാൾ പിന്നീട് കാണുന്നത് മുന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്തും അതുപോലെ തന്നെ പിന്നീട് LDF-ൻ്റെ വക്താവുമായിട്ട് മാറിയിട്ടാണ്. അപ്പോൾ പാർട്ടി മാറുന്നതോ ഇതൊന്നും വലിയ ഘടകമല്ല. അപ്പോൾ ആ നിലയ്ക്ക് ഐഷാപോറ്റി വീണ്ടും പാർട്ടി മാറുകയാണെങ്കിൽ പോലും ബാലഗോപാലിനെ ശക്തമായി നേരിടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ ശക്തമായൊരു
ഒരു മത്സരത്തിന് മത്സരം തന്നെ കൊട്ടാരക്കരയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ അത് ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. ഇത്രയും ശക്തമായൊരു തെരഞ്ഞെടുപ്പ് മത്സരമായി കൊട്ടാരക്കരയിൽ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പറ്റാത്ത വിധം ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു മത്സരത്തിന് വേദിയാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.